C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സർ, എന്നോട് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടരുത്. ദേഷ്യമല്ല, സഹതാപമാണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത്. ഞാനെടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ എന്റെ സമാധാനം കെടുത്തിയിട്ടില്ല. പക്ഷേ തന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് പലപ്പോഴായിട്ട് താൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾക്കൊടുവില് നമ്മൾ തമ്മിൽ ഒന്നായത്. അതെല്ലാം മറന്നാണ് ഇപ്പോഴുള്ള തന്റെ ഓരോ പ്രവർത്തികളും. എന്റെ തന്നെ മനസ്സാക്ഷിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലതും. അങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം മറ്റൊരാളോട് പറഞ്ഞ അവർക്ക് എത്രത്തോളം മനസ്സിലാകാനാ? ശ്രീലക്ഷ്മി എന്ന വ്യക്തിയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് എന്നോടുള്ള സ്നേഹത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നല്ലതിനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്നേഹിച്ച ശ്രീലക്ഷ്മി എങ്ങനെയാണെന്നും എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള തന്നെ ഒരു തരത്തിലും എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീലക്ഷ്മി. സർ, പ്ലീസ്, വേറെ എന്ത് പറഞ്ഞാലും സാറിനോട് എനിക്കുള്ള ഇഷ്ടത്തിന് കുറവുണ്ടെന്ന് മാത്രം പറയരുത്. എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി നിൽക്കുന്നിടം വരെയുള്ള കാര്യങ്ങളിലെത്തിയത്. അത് തെളിയിക്കാനും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും എനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം. കാരണം എനിക്ക് സാറിനോട് ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പറയാൻ തനിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ തന്റെ പ്രശ്നം? താൻ വലിയൊരു ബോംബും കൊണ്ടാണ് നടക്കുന്നതെന്നോ, അതോ താൻ തീവ്രവാദിയോ മറ്റാണോ? ഇതൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ച് തന്റെ കൺട്രോൾ തന്റെ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കുക. സമനില തെറ്റിയതുപോലെയാ താനിപ്പോ. യു ഹാവ് ആൻ അൺബാലൻസ്ഡ് മൈൻഡ്. യു ആർ സിക്ക്. തളരരുത് ശ്രീലക്ഷ്മി. ഒരു വലിയ സത്യം കണ്ടെത്താൻ ഇതുപോലുള്ള കടമ്പകൾ പലതും നിനക്ക് താണ്ടേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ ക്ഷമയാണ് ആദ്യം വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.